ഹായ് ഓൾ, വെൽക്കം ടു PMS ക്ലാസ്സസ്. എടാ, നമ്മൾ വന്നിരിക്കുന്നത് +1 +2 ഫിസിക്സിലെ ജെഇ നീറ്റ് ഓറിയന്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ മൊത്തം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താടാ, ബേസിക് ആയിട്ട് നമ്മൾ ജെഇ മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കും റിലേറ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് റിപ്പീറ്റേഷൻ നമ്മൾ ഒഴിവാക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് പ്രോബ്ലംസ് എന്താ ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്താക്കുകയാണ് ഇങ്ങനെ സോൾവ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മൾ എന്താക്കാണ് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. നമുക്ക് ആദ്യമായിട്ട് എന്തിൽ തുടങ്ങാടാ, AC തുടങ്ങാം അല്ലെ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ആകെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് സുഖമായിട്ട് എന്താക്കാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എടാ, ജെഇ മെയിൻ 2026 ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, LCR സീരീസ് സർക്യൂട്ട് ഡ്രിവൺ വിത്ത് ERMS എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താടാ, വോൾട്ടേജ് ആണ്. RMS വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാടാ, 90 ആണ് അല്ലേ. പിന്നെന്താ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാടാ, 30 ആണ്. പിന്നെ പറയാണ് LCR സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാടാ, 80 ആണ്. പിന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL തന്നിട്ടുണ്ടടാ എത്രയാ, 20. പിന്നെന്താടാ തന്നെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് തന്നിട്ടുണ്ട്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. എന്താണ് ചോദ്യം, പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം മൈൻഡിൽ വരേണ്ട എന്താ, പവർ ഫാക്ടറിന്റെ ഇക്വേഷനാണ് വേണ്ടത് അല്ലേ. പവർ ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ, പവർ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താടാ, കോസ് ഫൈ അല്ലേ. പവർ ഫാക്ടർ എന്ന് വെച്ചാൽ കോസ് ഫൈ ആണ്. കോസ് ഫൈന്റെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് എന്താടാ, R/Z അല്ലേ. കോസ് ഫൈന്റെ ഇക്വേഷൻ എന്താണ്, R/Z ആണ്. R ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ആറിന്റെ വാല്യൂ എത്രയാടാ, ആറിന്റെ വാല്യൂ തന്നത് എത്രയാ, 80 ആണ് അല്ലേ. ആറിന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം, 80 കൊടുക്കാം, ഡിവൈഡഡ് ബൈ ഇനി എന്താ വേണ്ടേ, Z വേണം അല്ലേ. Z എന്ന് വെച്ചാൽ ടോട്ടൽ ഇമ്പിഡൻസ്. സെഡിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ, Z is equal to എന്താടാ, √R² + XL - XC ഹോൾ² ആണ്. എടാ, എക്സലും എക്സിന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. √R സ്ഥാനത്ത് എത്രയാടാ, വീണ്ടും പറയാണ് 80² പ്ലസ് XL എത്രയാടാ തന്നെ, XL ഇവിടെ എത്രയുണ്ട്, 20 ഉണ്ട്. XC എത്രയുണ്ട്, 80 ഉണ്ട്. അപ്പൊ ഒന്നുമില്ല, 20 - 80 ഹോൾ² അല്ലേ. അപ്പൊ നോക്കണേടാ, 80² പ്ലസ് 20 - 80 എത്രയാടാ, 20 - 80 എത്രയാ, -60 ഹോൾ² അല്ലേ. മേലാരുണ്ട്, 80 ഉണ്ട്. 80 ഡിവൈഡഡ് ബൈ √8² പ്ലസ് 80² പ്ലസ് -60². ഇത് കണ്ടാൽ തന്നെ അറിയാം, 8ഉം 6ഉം വന്നാൽ അല്ലെ തേർഡ് സൈഡ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് ട്രയാങ്കിൾ പ്രകാരം നമുക്കറിയാം എന്താണ്, 10 വരിക. അപ്പൊ അടിയിൽ എത്ര വരും, 100 വരും ഉറപ്പായിട്ട്. 80 60 വന്നാൽ അതിന്റെ സ്ക്വയർ റൂട്ട് ആഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ 100 വരിക. അപ്പൊ 80 ഡിവൈഡഡ് ബൈ 100 അല്ലെ. 80 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 8/10 എന്ന് വെച്ചാൽ എത്രയാണ് വരിക, 0.8. സോ ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരിക. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ. ഇവിടുത്തെ ഫസ്റ്റ് ആൻസർ എന്താണ്, ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്താണ്, 0.8 വരിക. ഓക്കെ, ബേസിക് ആയിട്ട് എന്തറിഞ്ഞാൽ മതി, പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി, ഡയറക്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കണേ എടാ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത്രയേ ഉള്ളൂ. സീരീസ് LCR സർക്യൂട്ട് വിത്ത് R is equal to എത്രയാ, 20 ohm. ഫസ്റ്റ് ഡാറ്റ അതാണ്, R is equal to എത്രയാണ്, 20 ohm ആണ്. വണ്ണം കുറക്കാൻ പറ്റും. ഓക്കെ, R is equal to 20 ohm ആണ്. ശ്രദ്ധിക്കണേ, R is equal to 20 ohm അല്ലേ. സെക്കൻഡ് ഡാറ്റ എന്താണ്, ഇൻഡക്റ്റൻസ് L is equal to 1.6 ആണ്. പിന്നെ കപ്പാസിറ്റൻസ് തന്നിട്ട് എത്രയാടാ, 40 മൈക്രോഫാരഡ് ആണ്. ഈസ് കണക്റ്റഡ് ടു എ വേരിയബിൾ ഫ്രീക്വൻസി AC സോഴ്സ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അറ്റ് റെസൊണൻസ് ഈസ്, നമ്മളോട് പറയുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ത് കണ്ടുപിടിക്കണം, മറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത് അല്ലെ. അറ്റ് റെസൊണൻസിൽ നമുക്കറിയാം എന്താടാ, XL is equal to എന്താ, XC. ഇത് രണ്ടും പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും അല്ലേ. പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അറ്റ് റെസൊണൻസ് നമുക്ക് XL അല്ലെ XC കണ്ടുപിടിക്കുന്നത്, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇമ്പിഡൻസ് എന്തിന് തുല്യമായിരിക്കും, റെസൊണൻസ് കണ്ടീഷനിൽ ആർക്ക് തുല്യമായിരിക്കടാ, R തുല്യമായിരിക്കും. റെസൊണൻസ് കണ്ടീഷനിൽ ഇമ്പിഡൻസ് അല്ല ചോദിച്ചത്, എന്താ ചോദിച്ചത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഒന്നെങ്കിൽ XL കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം, XC കണ്ടുപിടിക്കണം. XLന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താടാ വരെ, L ഒമേഗ. XC എന്താടാ, 1/C ഒമേഗ. അങ്ങനെയാണ് ഒമേഗ നമുക്ക് എന്തായിട്ട് മാറൂടാ, 1/√LC അല്ലെ. ഒമേഗ is equal to 1/√LC ആണ്. L ഇവിടെ ഉണ്ട്, സിയും ഇവിടെ ഉണ്ട്. നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം.
എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പം എന്തൊക്കെ എക്സൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ എൽ ഒമേഗ അല്ലേ? എക്സലിന്റെ ഇക്വേഷൻ എൽ ഒമേഗ. അപ്പൊ ഒന്നും നോക്കാനില്ല, എൽ ഇൻറ്റു ഒമേഗന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്താ വരിക? 1/√LC. 1/√LC എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി? √L/C ആയിട്ട് മാറി. √L/C എന്ന് പറയുമ്പോൾ എന്താ? ഇനി ഒന്നും നോക്കാനില്ല, എല്ലിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എല്ലിന്റെ വാല്യൂ 1.6 എന്ത് ചെയ്തിടാ? 16/10 എന്ന് എഴുതി. സിന്റെ വാല്യൂ 40 മൈക്രോ ഫാരഡ് അല്ലേ? അപ്പൊ 40 ഇൻറ്റു മൈക്രോന്റെ 10⁻⁻6 അങ്ങ് മുകളിലോട്ടേക്ക് എടുത്ത് അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ +6 ആയിട്ട് മാറും അല്ലേ? ഇനി വേണമെങ്കിൽ എന്താ? 10⁻6 റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ 10 ആയിട്ട് മാറും. 10⁻3 ആയിട്ട് മാറും. ഇനി √16 എത്ര ഉണ്ടാവുക? 400 അല്ലേ? അപ്പം പുറത്ത് നോക്കിയിട്ടാ പുറത്താരുണ്ടടാ? 10⁻3 ഉണ്ട്. √16 എന്ന് വെച്ചാൽ എത്രയാടാ? 4. √400 എന്ന് വെച്ചാൽ എത്രയാടാ? 20 അല്ലേ? അപ്പൊ 4/20 എന്ന് വെച്ചാൽ 4 പ്രാവശ്യം, 20 4 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. നമ്മൾ ആൻസർ എന്താ വരുന്നത്? ആൻസർ എന്താടാ വരുന്നത്? 1/5 പോയോ? 1/5 ഇൻറ്റു 10⁻3. അപ്പൊ 1/5 ഇൻറ്റു നോക്കണേ, 1/5 ഇൻറ്റു എന്താ വരിക? 1/5 ഇൻറ്റു 10⁻3 എന്ന് വെച്ചാൽ എത്രയാടാ? 1000. 1000/5 എന്ന് പറയുമ്പോൾ എത്ര വരൂ? 200 അല്ലേ? 200 ഓം ആയിരിക്കും അവിടെ എന്ത് വരികടാ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരും എത്രയാടാ? 200 ഓം. ക്ലിയർ? ഇനി വേണമെങ്കിൽ എക്സി കണ്ടുപിടിച്ചോ. ഇനിയിപ്പോ സംശയം ഉണ്ടോ? ഇയാൾ എന്താ എക്സൽ കണ്ടുപിടിച്ചോ? വേണം എക്സി വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ചോ. രണ്ടും സെയിം ആവുന്നുണ്ടോ നോക്കാം. എക്സി അല്ലേ? എക്സി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് എന്താ? 1/c ഒമേഗ. ഒമേഗന്റെ വാല്യൂ എത്ര? ഒമേഗന്റെ വാല്യൂ എന്താ നമ്മൾ എഴുതി വെച്ചത്? 1/√LC ആണ്. അപ്പൊ ഇവിടെ എന്ത് വന്ന്? 1/ഒമേഗന്റെ √LC അല്ലേ? 1/ഒമേഗന്റെ √സിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്ത? റെഡി അല്ലേ? സിന്റെ സ്ഥാനം ഒമേഗന്റെ സ്ഥാനത്ത് 1/√LC ആണ്. ഓക്കെ, ഒമേഗന്റെ സ്ഥാനത്ത് 1/√LC ആണ് അല്ലേ? 1/√LC ആണ്. അങ്ങനെ നോക്കിയാൽ ഈ റൂട്ടിൽ നേരെ എന്താ? ഈ രണ്ട് ടേം എന്താ? മേലോട്ടേക്ക് പോകും. അപ്പൊ എക്സി എന്ന് വെച്ചാൽ എന്താ വരിക? √LC/C. √LC/C എന്ന് വെച്ചാൽ √ എന്താ? L/C. രണ്ട് മെത്തേഡ് കണ്ടുപിടിച്ചാൽ ആൻസർ എന്തായിരിക്കും? ഇവിടെ സെയിം ആൻസർ ആയിരിക്കും. അത് അവിടുത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ. XL = XC. അപ്പൊ ഒന്നും പേടിക്കാനില്ല. ബേസിക് ആയിട്ട് ഇക്വേഷൻ അറിയാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഏത് ബേസിക്കലി എസിന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയെങ്കിൽ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നും ഉണ്ടാവില്ല. ആ ഇക്വേഷൻ വെച്ച് ഇങ്ങനെ ആ മെത്തേഡിൽ ഇങ്ങനെ പോക്ക് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഇതും 2026 ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ അല്ലെ? ക്വസ്റ്റ്യൻ ഇതാണ്. എൻ എ സി സോഴ്സ് ഓഫ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് കണക്റ്റഡ് അക്രോസ് എ റെസിസ്റ്റൻസ് R, കപ്പാസിറ്റൻസ് C ഇൻ സീരീസ് അല്ലെ? R C ആണുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായ എന്താടാ? ഇത് RC സർക്യൂട്ടാണ്, സീരീസ് RC സർക്യൂട്ടാണ്. എല്ലാം ഇവിടെ മിസ്സിംഗ് ആണ് അല്ലെ? ദ കറന്റ് ഈസ് ഒബ്സർവ്ഡ് ആസ് I. എടാ, ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എത്രയാ പറയുന്നത്? I എന്നാണ് പറയുന്നത്. നൗ ദ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ഈസ് ചേഞ്ച്ഡ് ടു ω/4 അല്ലെ? ഫ്രീക്വൻസി എന്തായിട്ട് കുറക്കാണ്? ω/4 ആയിട്ട് കുറക്കാണ്. ആദ്യത്തെ ഫ്രീക്വൻസി ഒമേഗ ആയിരുന്നു. RC സർക്യൂട്ടിലെ ആദ്യത്തെ ഫ്രീക്വൻസി എന്തായിരുന്നടാ? ഒമേഗ ആയിരുന്നു. ആ ടൈമിലെ കറണ്ട് എന്തായിരുന്നു? I ആയിരുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ ഫ്രീക്വൻസി കുറക്കുന്നുണ്ട്, ω/4 ആക്കി കുറക്കുന്നുണ്ട്. കീപ്പിംഗ് ദ വോൾട്ടേജ് അൺചേഞ്ച്ഡ്, ദ കറന്റ് ഈസ് ഫൗണ്ട് ടു ബി I/3. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്തായിട്ടാണ് മാറുന്നത്? I/3 ആയിട്ടാണ് മാറുന്നത്. കറണ്ട് 1/3 കുറയുന്നുണ്ടടാ അല്ലെ? അതായത് I/3 ആയിട്ട് കുറയുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് ദി റെസിസ്റ്റൻസ് ടു റിയാക്റ്റന്റ് ആൻഡ് ടു ഫ്രീക്വൻസി ഓഫ്, നമ്മളോട് പറയുന്നത് ഒമേഗ ഫ്രീക്വൻസിയിലെ ആറും എക്സലും എക്സിയും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. R/XC ഫസ്റ്റ് കണ്ടീഷനിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R/XC നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് കണ്ടീഷനിൽ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഞാൻ എഴുതിയെടുക്കുകയാണ്. ഇപ്പൊ നോക്കണേ, ആദ്യത്തെ കണ്ടീഷൻ എഴുതാൻ പോവാണ്. ഫസ്റ്റ് കണ്ടീഷൻ നമ്മളോട് പറഞ്ഞത് അല്ലെ? I ആണ്. I എന്ന് വെച്ചാൽ നമുക്കറിയാം V/Z അല്ലെ? V/Z അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. I എന്ന് വെച്ചാൽ V/Z ആണ്. അങ്ങനെയാണ് Z എന്ന് വെച്ചാൽ, ഈ പ്രോബ്ലത്തിൽ Z എന്ന് വെച്ചാൽ നോക്കണേ, ഈ പ്രോബ്ലത്തിൽ Z എന്ന് വെച്ചാൽ എന്താ വരിക? √R² + XC². കാരണം R ഉം C യും മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിങ്ങനെ മാറ്റി എഴുതാൻ പറ്റൂലടാ. I = V/√R² + XC ന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം?
1/c ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ അല്ലേ? 1/c ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ മാറ്റിയിരിക്കൂടെ? നോക്കണേ, ഇവിടെ മാറ്റിയതാൻ പോവാണ്. I ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ. റൂട്ടിന് പകരം 1/2 എന്ന് കൊടുത്ത് ഇവിടെ എന്താ ഉള്ളത്? വി എന്നുള്ളത് അല്ലേ? വി എന്നുള്ളത്. എന്നാൽ നോക്കണേ, അടുത്ത പേജ് എടുക്കുകയാണ്, ശ്രദ്ധിച്ചോളെ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ കൊടുത്താൽ ഐൻ്റെ സ്ക്വയർ എന്തായിട്ട് മാറുടാ? ഐ സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് തന്നെ അങ്ങ് പോവും. ആർ സ്ക്വയർ പ്ലസ് എന്താ വരും ഇവിടെ? 1/c ഒമേഗ ഹോൾ സ്ക്വയർ സമപ്പുറം എന്താ? വി സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ഞാൻ വെറുതെ എഴുതിയേക്കാണ് ആർ സ്ക്വയർ പ്ലസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? വി സ്ക്വയർ ബൈ ഐ സ്ക്വയർ. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മളോട് പറയുന്നുണ്ട് എന്താ? ഐ എന്തായിട്ട് മാറാണ്? I/3 ആയിട്ട് മാറാണ് അല്ലേ? അതേപോലെ ഇത് മാറ്റിയ സിമിലർലി നമ്മൾ ഇത് മാറ്റിയതാണെങ്കിൽ ആർ സ്ക്വയർ. രണ്ടാമത്തെ കണ്ടീഷനിൽ ആറിന് വ്യത്യാസമില്ല, 1/cക്ക് വ്യത്യാസമില്ല അല്ലേ? സിക്ക് വ്യത്യാസമില്ല. ഒമേഗ എന്തായിട്ട് മാറുന്നുണ്ടടാ? ശ്രദ്ധിക്കണേ, ഒമേഗ എന്തായിട്ട് മാറുന്നുണ്ടടാ? ഒമേഗ/4 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ ഒമേഗന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണടാ? ഒമേഗ/4 കൊടുക്കണം. അപ്പൊ 4 അങ്ങ് മേലോട്ടേക്ക് വരും, ഹോൾ സ്ക്വയർ അല്ലേ? വിക്ക് വ്യത്യാസമില്ല, അൺചേഞ്ച്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ എന്തായിട്ട് മാറുന്നുണ്ട് നോക്കണേ. ഐ എന്തായിട്ട് മാറുന്നുണ്ട്? ഇവിടെ നോക്കിയടാ, ഐ എന്തായിട്ടാ മാറുന്നത്? I/3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ഐന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? I/3 എന്ന് കൊടുക്കുക. സോ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. ആ 9 എന്താവും? മേലോട്ടേക്ക്. ഇക്വേഷൻ നമ്പർ 2 അല്ലെ? ഇക്വേഷൻ നമ്പർ 2 ആണ്. പ്രശ്നമുണ്ടോ? ഉണ്ടോ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ 9 ഇങ്ങോട്ടേക്ക് എടുത്താൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 4 എന്ന് വെച്ചാൽ 4/c ഒമേഗ ഹോൾ സ്ക്വയർ ബൈ 9 ഈസ് ഈക്വൽ ടു എന്തേതാ? വി സ്ക്വയർ ബൈ ഐ സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ നമ്മൾ എന്താക്കിയടാ? ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത്. ഇത് നോക്കിയാൽ 1 × 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലേ? 1 × 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താക്കിയതാ? റൈറ്റ് ഹാൻഡ് സൈഡ് പരസ്പരം ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താക്കിയതടാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പരസ്പരം ഈക്വൽ ആക്കിയിട്ടേതാ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ഈക്വൽ ആക്കി നോക്കട്ടെ അല്ലേ? ആർ സ്ക്വയർ പ്ലസ് 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 4/c ഒമേഗ ഹോൾ സ്ക്വയർ ബൈ 9. ഈ 9 ഇങ്ങോട്ടേക്ക് എടുത്തതിന് സിംപ്ലിഫൈ ചെയ്തോളാം. 9r സ്ക്വയർ പ്ലസ് അല്ലേ? 9 ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്ന എനിക്ക് എന്ത് ചെയ്താൽ 3/c ഒമേഗ ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും. മനസ്സിലായിനാ? 3ന്റെ സ്ക്വയർ ആണ് എന്ത് വരിക? 9 വരിക അല്ലേ? 3ന്റെ സ്ക്വയർ അല്ലേ 9 വരിക. ഇനി ഇപ്പറ എന്താ ഉണ്ടാവുക? ആർ സ്ക്വയർ പ്ലസ് 4/c ഒമേഗ ഹോൾ സ്ക്വയർ. ഇനി ഓരോ സൈഡിലേക്ക് മാറ്റിയാൽ 8r സ്ക്വയർ വരിക എന്താ? 8r സ്ക്വയർ വരിക 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു 9 മൈനസ് 4ന്റെ സ്ക്വയർ 16. 16 90 കുറച്ചാൽ എത്ര വരിക? എടാ 16 9 കുറച്ചാൽ 7 അല്ലേ വരിക അല്ലേ? നമ്മളോട് ഇനി എന്താ ചോദിച്ചേ നോക്കട്ടെ. ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു റിയാക്റ്റൻസ്. നമുക്ക് വേണ്ട എന്താ? ആർ ഡിവൈഡഡ് ബൈ 1/c ഒമേഗയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ആർ ഡിവൈഡഡ് ബൈ 1/c ഒമേഗയാണ് നമുക്ക് വേണ്ടത്. ആർ ഡിവൈഡഡ് ബൈ 1/c ഒമേഗ അല്ലേ? അപ്പൊ ഒന്നുമില്ല, ഈ ടേമിന് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. അപ്പോൾ എന്തായിട്ട് മാറൂടാ? നോക്കണേ, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/c ഒമേഗ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പർ ആരാ ഉള്ളത്? 7 ആ ഉള്ളത്. അടുത്ത ആരാ ഉള്ളത്? 8 ആ ഉള്ളത് അല്ലേ? ഇനിയിപ്പോ എന്തൊക്കെ? രണ്ട് സൈഡിൽ സ്ക്വയർ റൂട്ട് കൊടുത്താൽ ആർ ഡിവൈഡഡ് ബൈ 1/c ഒമേഗ എന്ന് വെച്ചാൽ റൂട്ട് 7/8 ആണ് അല്ലെ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാ? റൂട്ട് 7/8. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ സി ഇസ് ദി കറക്റ്റ് ആൻസർ. അത് കുറച്ച് ചെയ്യാനുണ്ട്, കാരണം രണ്ട് ഇക്വേഷൻ ചെയ്ത് ഫാസ്റ്റ് ആവും. രണ്ട് ഇക്വേഷൻ പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. ഇവിടുന്ന് തന്നെ ഈ പവർ കാണുമ്പോൾ തന്നെ മാറ്റി ചെയ്താൽ പറ്റും. ഇവിടെ വി സ്ക്വയർ ബൈ ഐ സ്ക്വയർ വരും, അവിടെ എന്താവും? 9ന്റെ മൾട്ടിപ്ലൈ വരും. അപ്പോഴപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താക്കാം? കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ജയിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നോക്കണേടാ. സിമ്പിൾ ആയി, ന്യൂമറിക്കൽ ആണ്, ചിലപ്പോൾ ചെയ്യാനുണ്ടാവും അല്ലെ? ഓപ്ഷൻ ഇല്ലാത്ത ടൈപ്പാണ് ജയിന്റെ.
ഇപ്പൊ നോക്കണേ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് എത്ര എന്നടാ 10 മില്ലി ഹെൻറി. ഇനി കപ്പാസിറ്റൻസ് 0.1 മൈക്രോ ഫാരഡ്, റെസിസ്റ്റൻസ് 100 3 തന്ന്. ഇപ്പൊ LCR സർക്യൂട്ട് ഞാൻ മനസ്സിലായി. ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എൻ AC പവർ സപ്ലൈ ഓഫ് 220 വോൾട്ട് 70 ഹെഡ്സ്. എന്ത് തന്നടാ? ഫ്രീക്വൻസി തന്നെ, എന്ത് തന്നെ RMS വാല്യൂ ഓഫ് എന്ത് തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ. പവർ ഫാക്ടർ ഓഫ് ദി ഗിവൺ സർക്യൂട്ട് ഈസ് 0.5. The difference in the inductive reactance and capacitive reactance is √3 alpha. The value of alpha is അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മളോട് എക്സാമിൽ ചോദിച്ചെന്താ? XL - XC കണ്ടുപിടിക്കണം. അത് √3 ആൽഫ ഫോർമുല വരിക. ആൽഫേന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. നമുക്കറിയാം കോസ് 5 അല്ലേ, പവർ ഫാക്ടർ എത്രയാണ് തന്നെ? 0.5 ആ. അപ്പൊ കോസ് 5 സീക്വൽ ടു എനിക്കറിയാം എന്താണ്? 1/2. കോസ് 5ന്റെ ബേസിക് ഇക്വേഷൻ എന്താ അല്ലെ? കോസ് 5ന്റെ ബേസിക് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. കോസ് 5ന്റെ ബേസിക് ഇക്വേഷൻ വെച്ചാൽ R/Z. R/Z സീക്വൽ ടു എന്ത് കിട്ടിയടാ? 1/2. അങ്ങനെ നമുക്ക് മനസ്സിലായടാ 2R സീക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? Z എന്ന് എഴുതിക്കൂടെ അല്ലെ? 2R എന്ന് വെച്ചാൽ ആറിന്റെ വാല്യൂ എത്രയാടാ? ആറിന്റെ വാല്യൂ 100 അല്ലേ. അപ്പൊ 200 സീക്വൽ ടു Z നോക്കണേ, √R² പ്ലസ് XL - XC ഹോൾ സ്ക്വയർ അല്ലേ. ഇനി എന്തൊക്കെ സ്ക്വയർ റൂട്ട് മാറ്റണം? എന്തൊക്കെ? രണ്ട് സൈഡിന് സ്ക്വയർ കൊടുക്കുക. അപ്പൊ 200 സ്ക്വയർ നോക്കണേടാ, 200 സ്ക്വയർ ഈക്വൽ ടു ഇപ്പറ എന്താ ഉള്ള R² പ്ലസ് XL - XC ഹോൾ സ്ക്വയർ ആ. ഇനി ഒന്നും ചെയ്യാനില്ല. XL - ഇതോടെ ആൻസറിലേക്ക് എത്തി. എന്താക്കാ? 200 സ്ക്വയർ എന്ന് വെച്ചാൽ 200 സ്ക്വയർ മൈനസ് R² എന്ന് വെച്ചാൽ എത്രയാ? 100 സ്ക്വയർ ഈക്വൽ ടു XL - XC ഹോൾ സ്ക്വയർ അല്ലെ. 200 സ്ക്വയർ എന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയർ എത്രയാടാ? 2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 100ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറ്റും? എന്താണ്? 10⁴ മൈനസ് ഇത് വീണ്ടും 10⁴. ഇപ്പൊ ആരാള്ള? XL - XC ഹോൾ സ്ക്വയർ അല്ലേ. ആൻസർ ആയില്ലേ? എടാ ഇതിനിപ്പോ 10⁴ കോമൺ ആണ്. 4 - 1 എന്ന് വെച്ചാൽ 3 വന്ന്. ഇപ്പൊ എന്താ ഉള്ളത്? XL - XC ഹോൾ സ്ക്വയർ അല്ലെ. ഇനി സ്ക്വയർ റൂട്ട് എടുത്തോ. 10⁴ സ്ക്വയർ റൂട്ട് എടുത്താൽ 10⁻². 3ന്റെ √3. ഇപ്പൊ ആരാ ഉണ്ടാവുക? XL - XC. ഇപ്പൊ XL - XC എന്ന് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? √3 × 10⁻². 10⁻² എന്ന് വെച്ചാൽ ബേസിക്കലി ആരാടാ? 10⁻² എന്ന് വെച്ചാൽ ബേസിക്കലി ആരാ? 100 അല്ലേ. സോ വാല്യൂ ഓഫ് ആൽഫ എത്രയുടെ വരിക? വാല്യൂ ഓഫ് ആൽഫ 100 ആണ് വരിക ഇവിടെ അല്ലെ. വാല്യൂ ഓഫ് ആൽഫ നമുക്ക് മനസ്സിലായി 100 ആ. കാരണം √3 നമ്പർ ആ ചോദിച്ചാൽ ആ നമ്പർ നമുക്ക് കിട്ടി എത്രയാ? 100 ആണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ നോക്കണേ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? 4 വെച്ച് അപ്ലോഡ് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് 5 വെച്ച് അപ്ലോഡ് ചെയ്യാം.